പുലരിയുടെ വെളിച്ചം ഭൂമിയിൽ പതിക്കുന്നതിന് മുൻപേ പുഴയുടെ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് റംസാൻ തന്റെ പഴയ തടിവഞ്ചി തുഴയുകയായിരുന്നു. അന്ന് പുഴയ്ക്ക് പതിവില്ലാത്തൊരു ഗന്ധമായിരുന്നു. ചീഞ്ഞഴുകിയ ഇലകളുടെയും നനഞ്ഞ മണ്ണിന്റെയും ഗന്ധത്തിനൊപ്പം ഏതോ പുരാതനമായ സുഗന്ധം വായുവിൽ കലർന്നതുപോലെ. കാറ്റിൽ കടപുഴകി വീണ കൂറ്റൻ മരങ്ങൾ പുഴയുടെ തീരങ്ങളിൽ പ്രേതങ്ങളെ പോലെ നിന്നു. റംസാന്റെ ഉള്ളിൽ ചെറിയൊരു ഭയം മൊട്ടിട്ടെങ്കിലും തന്റെ വീട്ടിലിരിക്കുന്ന വിശക്കുന്ന വയറുകളോർത്ത് അവൻ ആവുന്നത്ര ആഴത്തിലേക്ക് വഞ്ചി എത്തിച്ചു. യാ അല്ലാ, ഇന്ന് വഴിമുട്ടിക്കരുതേ എന്ന് പിറുപിറുത്തുകൊണ്ട് അവൻ തന്റെ വല അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു. വെള്ളത്തിൽ വീണ വലയുടെ ഓരോ കണ്ണിയും ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുമ്പോൾ പുഴയുടെ ഉപരിതലം നിശബ്ദമായി. മിനിറ്റുകൾ കടന്നുപോയി. സാധാരണ മീനുകൾ വലയിൽ കുടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ കുതിപ്പുകൾക്ക് പകരം പെട്ടെന്ന് വലയ്ക്കൊരു അസാധാരണമായ ഭാരം അനുഭവപ്പെട്ടു. പായൽ പിടിച്ച വലിയൊരു പാറയോ അതോ പുഴയുടെ അടിത്തട്ടിലെ മരക്കൊമ്പോ വലയിൽ കുടുങ്ങിയതാണോ എന്ന് റംസാൻ സംശയിച്ചു. അവൻ തന്റെ സർവ്വകരുത്തും സംഭരിച്ച് വല മുകളിലേക്ക് വലിച്ചു. കൈകളിലെ നരമ്പുകൾ വലിഞ്ഞു മുറുകി. നെറ്റിയിൽ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു. വഞ്ചി ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ഒടുവിൽ ജലപരപ്പിന് മുകളിലേക്ക് ആ ഭാരമേറിയ വസ്തു പൊങ്ങി വന്നപ്പോൾ റംസാൻ സ്തംഭിച്ചു പോയി. അവന്റെ കണ്ണുകൾ അവിശ്വസനീയയോടെ വിടർന്നു. തന്റെ വലയ്ക്കുള്ളിൽ പിടയുന്ന മീനുകളല്ലായിരുന്നു, മറിച്ച് ചന്ദ്രപ്രകാശത്തിൽ മിന്നുന്നതുപോലെ വെളുത്തു തുടുത്ത ചർമ്മമുള്ള ഒരു പെൺകുട്ടി. നീണ്ട കറുത്ത മുടിയകൾ അവളുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരുന്നു. ആടയാഭരണങ്ങളില്ലാത്ത എന്നാൽ അതീവ സുന്ദരിയായ ഒരു രൂപം. കണ്ടാൽ ഏതെങ്കിലും രാജ്യത്തെ രാജകുമാരിയാണെന്നേ തോന്നൂ. പുഴയുടെ അടിത്തട്ടിൽ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എങ്ങനെ വന്നു എന്ന ചിന്ത റംസാന്റെ ബോധത്തെ തളർത്തി. മരിച്ചുപോയൊരു ശവശരീരമാണോ ഇതെന്ന ഭയത്തിൽ അവൻ പിന്നോട്ട് മാറി. എന്നാൽ പെട്ടെന്ന് അവളുടെ വിരലുകൾ നേർത്തൊരു ചലനം അവൻ കണ്ടു. അവളുടെ നെഞ്ചിൽ ജീവന്റെ സ്പന്ദനം ബാക്കിയുണ്ടായിരുന്നു. ആ തണുത്ത ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട നേർത്ത ശ്വാസം റംസാന്റെ ഉള്ളിലെ ഭയത്തെ മാറ്റി സഹതാപം നിറച്ചു. ഒരു മത്സ്യത്തൊഴിലാളി എന്നതിലുപരി ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവളെ അവിടെ ഉപേക്ഷിക്കാൻ അവന് തോന്നിയില്ല. ഗ്രാമവാസികൾ ഇത് കണ്ടാൽ എന്ത് പറയുമെന്ന വേവലാതി ഉണ്ടായിരുന്നു. എന്നിട്ടും അവളെ ആ വലിയ വലക്കണ്ണികളിൽ നിന്ന് മോചിപ്പിച്ച് അവൻ തന്റെ വഞ്ചിയിൽ കിടത്തി. തന്റെ തോളിലെ പഴയ തോർത്തെടുത്ത് അവളുടെ മുഖത്തെ വെള്ളം അവൻ തുടച്ചു മാറ്റി. ആ നിമിഷം അവളുടെ മുഖത്ത് തെളിഞ്ഞ ആ നിഗൂഢമായ ശാന്തത അവനെ വല്ലാതെ ആകർഷിച്ചു. വഞ്ചി കരയിലേക്ക് അടുപ്പിക്കുമ്പോൾ കാറ്റിന് ശക്തി കൂടിയിരുന്നു. മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒരു മൂളൽ ശബ്ദം കേൾക്കാം. റംസാൻ ആരും കാണാതെ അവളെ വാരിയെടുത്ത് തന്റെ ചെറിയ കുടിലിലേക്ക് നടന്നു. കുടിലിന്റെ വാതിൽക്കൽ അവനെ കാത്തു നിന്നിരുന്ന ഭാര്യ ഫാത്തിമ അവന്റെ കയ്യിലെ ആ പെൺരൂപത്തെ കണ്ട് ഭയന്നു വിറച്ചു. ഇതാരാണ് റംസാൻ? പുഴയിൽ നിന്ന് മീനിന് പകരം നീ ഇതാണോ പിടിച്ചു കൊണ്ടുവന്നത്? അവളുടെ ശബ്ദത്തിൽ പരിഭ്രാന്തി നിറഞ്ഞു. റംസാൻ ഒന്നും മിണ്ടിയില്ല. അവളെ അകത്തെ മുറിയിൽ കിടത്തി പുതപ്പ് കൊണ്ട് മൂടി. ഇവൾക്ക് ജീവനുണ്ട് ഫാത്തിമ, ആരോ പുഴയിൽ എറിഞ്ഞതാകാം, ബോധം തെളിയട്ടെ, നമുക്ക് ബാക്കി നോക്കാം എന്നവൻ ആശ്വസിപ്പിച്ചു. എന്നാൽ ആ പെൺകുട്ടിയുടെ സാമീപ്യം ആ വീടിന്റെ അന്തരീക്ഷത്തെ പാടെ മാറ്റിമറിച്ചു. നിലവിളക്കിലെ തിരികൾ അകാരണമായി ആടി ഉലഞ്ഞു. പുറത്ത് കെട്ടിയിരുന്ന ആട് അസ്വസ്ഥമായി കരയാൻ തുടങ്ങി. റംസാന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഇതൊരു ദൈവാനുഗ്രഹമാണോ അതോ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണോ? ആ പെൺകുട്ടിയുടെ അടഞ്ഞ കണ്ണുകൾക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന രഹസ്യങ്ങൾ തന്റെ സമാധാനപൂർണമായ ജീവിതത്തെ ചവിട്ടിമെതിക്കാൻ പോകുന്ന ഒരു ദുരന്തത്തിന്റെ തുടക്കമാണെന്ന് ആ പാവം മത്സ്യത്തൊഴിലാളി സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പുഴ അപ്പോഴും ശാന്തമായി ഒഴുകുകയായിരുന്നു, താൻ പുറത്തുവിട്ട ആ ഭീകര രഹസ്യം ഓർത്ത് ചിരിക്കുന്നത് പോലെ. റംസാന്റെ കുടിലിൽ ആ പെൺകുട്ടി എത്തിയതിനു ശേഷം ഗ്രാമത്തിന്റെ ആകാശം എന്നേക്കുമായി ഇരുണ്ടുപോയതുപോലെ തോന്നി. 3 പകലും 3 രാത്രിയും അവൾ മൃതപ്രായമായി ആ പഴയ കട്ടിലിൽ കിടന്നു. 4ാം നാൾ പുലർച്ചെ പള്ളിയിൽ നിന്നുള്ള സുബഹി ബാങ്ക് വിളിയുടെ അവസാന സ്വരങ്ങൾ വായുവിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. അവളുടെ കണ്ണുകൾക്ക് അസാധാരണമായ ഒരു തിളക്കമുണ്ടായിരുന്നു. നട്ടുച്ച നേരത്തെ സൂര്യപ്രകാശം വെള്ളത്തിൽ തട്ടി പ്രതിഫലിക്കുന്നത് പോലെ തീക്ഷ്ണമായ ഒന്ന്. നിന്റെ പേരെന്താണ് മോളെ? ഫാത്തിമ പേടിയോടെ ചോദിച്ചു. തണുത്തുറഞ്ഞ ശബ്ദത്തിൽ അവൾ മറുപടി പറഞ്ഞു, നൂർ. ആ പേരിന് വെളിച്ചം എന്നർത്ഥമാണെങ്കിലും അവൾ വന്നതോടെ ആ വീട്ടിലും ഗ്രാമത്തിലും പടർന്നത് കറുത്ത ഇരുട്ടായിരുന്നു. നൂർ പതുക്കെ എഴുന്നേറ്റു നടക്കാൻ തുടങ്ങി. അവൾ അധികം സംസാരിക്കില്ല, ആരോടും ചിരിക്കില്ല. പകൽ മുഴുവൻ വീടിന്റെ മൂലയിൽ ഇരുന്ന് പുറത്തെ പുഴയിലേക്ക് നോക്കി എന്തൊക്കെയോ മന്ത്രിച്ചു കൊണ്ടിരിക്കും. അവളുടെ ചർമ്മം വെളുത്തിരുന്നു.
വെയിലേറ്റിൽ അത് തിളങ്ങുന്നത് പോലെ തോന്നും. റംസാന് അവളോട് ഒരു തരം കരുണ തോന്നിയിരുന്നെങ്കിലും ഫാത്തിമയുടെ ഉള്ളിൽ അപായ സൂചനകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. നൂർ വന്നതിന്റെ 5-ാം നാൾ രാത്രിയാണ് ഗ്രാമത്തിൽ ആദ്യത്തെ അനിഷ്ട സംഭവം നടന്നത്. പുലർച്ചെ റംസാന്റെ തൊഴുത്തിൽ നിന്ന് കേട്ട നിലവിളി കേട്ടാണ് അവർ ഓടിയെത്തിയത്. അവരുടെ ഏക സമ്പാദ്യമായിരുന്ന പശു ചത്തുകിടക്കുന്നു. സാധാരണ മൃഗങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഉണ്ടാകാറുള്ള മുറിവുകളോ രക്തചൊരിച്ചിലുകളോ അവിടെ കണ്ടില്ല. പശുവിന്റെ കഴുത്തിൽ കൃത്യമായ 2 സുഷിരങ്ങൾ മാത്രം, ആഴത്തിലുള്ള 2 മുറിവുകൾ. ആരോ ശരീരത്തിലെ രക്തം മുഴുവൻ വലിച്ചെടുത്തതുപോലെ ആ ജഡം വിളറി വെളുത്തിരുന്നു. പിന്നീടുള്ള രാത്രികൾ ഗ്രാമവാസികൾക്ക് ഉറക്കമില്ലാത്തവയായി മാറി. ഓരോ ദിവസവും ഓരോ വീട്ടിലെ കന്നുകാലികൾ ഇതേപോലെ കൊല്ലപ്പെട്ടു. ആടുകൾ, പശുക്കൾ, എന്തിന് കാവൽ നിന്നിരുന്ന നാട്ടുനായ്ക്കൾ പോലും കഴുത്തിൽ ആ 2 മുറിപ്പാടുകളുമായി ചത്തുവീണു. ഗ്രാമത്തിൽ പ്രേതബാധ തുടങ്ങിയെന്ന് ആളുകൾ അടക്കം പറഞ്ഞു തുടങ്ങി. രാത്രികാലങ്ങളിൽ കാറ്റിൽ ഒരു തരം വന്യമായ ഗന്ധം പടരുന്നുണ്ടെന്ന് പലരും പരാതിപ്പെട്ടു. ഫാത്തിമയുടെ സംശയം നൂറിലായിരുന്നു. അവൾ വന്നതിന് ശേഷമാണ് ഈ ശാപം ഗ്രാമത്തെ പിടികൂടിയത്. നൂർ രാത്രി മുറിയിൽ ഉണ്ടോ എന്ന് നോക്കാൻ ഫാത്തിമ പലപ്പോഴും ശ്രമിച്ചു. എന്നാൽ അപ്പോഴെല്ലാം അവൾ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നതായാണ് കണ്ടത്. എങ്കിലും ആ പുതപ്പിനടിയിൽ നിന്ന് ഒരു കേൾക്കുന്ന ശ്വാസോച്ഛ്വാസം ഒരു മനുഷ്യന്റേതല്ലെന്ന് ഫാത്തിമയ്ക്ക് തോന്നി. ഒരു ശനിയാഴ്ച രാത്രി മഴ കാർമേഘങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്ന ഭയാനകമായ നിശബ്ദതയുള്ള നേരം. റംസാൻ വഞ്ചിയുമായി പുഴയിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഫാത്തിമ തനിയെ വീട്ടിൽ. പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ മറിയുന്ന ശബ്ദം കേട്ടു. മരക്കഷ്ണങ്ങൾ ചവച്ചരക്കുന്നത് പോലെയുള്ള ഒരു വിചിത്രമായ ശബ്ദം. ഹൃദയമിടിപ്പ് നിലച്ചതുപോലെ തോന്നിയെങ്കിലും ഫാത്തിമ ഒരു മണ്ണെണ്ണ വിളക്കുമായി അടുക്കളയിലേക്ക് പതുക്കെ നടന്നു. അടുക്കള വാതിൽക്കൽ അല്പം തുറന്നു കിടക്കുന്നു. വിറക്കുന്ന കൈകളോടെ അവൾ വിളക്കു ഉയർത്തിപ്പിടിച്ചു. ഉള്ളിലെ കാഴ്ച കണ്ട് ഫാത്തിമയുടെ കയ്യിൽ നിന്ന് വിളക്ക് താഴെ വീണു ഉടയാൻ തുടങ്ങി. ചുവരിനോട് ചേർത്ത് നിലത്ത് നൂർ ഇരിക്കുന്നു. അവൾ വന്യമായ രീതിയിൽ എന്തോ ഒന്ന് കടിച്ചു കീറുകയായിരുന്നു. അന്നേ ദിവസം കൊല്ലപ്പെട്ട അയൽപക്കത്തെ ആടിന്റെ ഒരു കഷ്ണം പച്ച മാംസമായിരുന്നു അത്. നൂറിന്റെ മുഖം മുഴുവൻ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. അവളുടെ കൈകൾ വന്യമൃഗത്തിന്റെ നഖങ്ങൾ പോലെ നീണ്ടിരിക്കുന്നതായി ഫാത്തിമക്ക് തോന്നി. ചവച്ചരക്കുന്ന ശബ്ദത്തിനൊപ്പം അവൾ ഒരുതരം മൃഗീയമായ മുരൾച്ച പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നൂർ തലയുയർത്തി നോക്കി. ഫാത്തിമയുടെ കണ്ണുകൾ നൂറിന്റെ കണ്ണുകളുമായി ഉടക്കി. ആ കണ്ണുകൾ ഇപ്പോൾ പഴയതുപോലെയല്ല. അവ ചുവന്ന കനലുകൾ പോലെ ജ്വലിക്കുകയാണ്. ആ നോട്ടത്തിൽ മനുഷ്യ സഹജമായ യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല. പകരം 1000 വർഷത്തെ വിശപ്പും ദാഹവും മാത്രം. ഫാത്തിമ നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. നൂർ പതുക്കെ എഴുന്നേറ്റു. അവളുടെ ഓരോ ചലനത്തിലും വന്യമായ ഒരു താളം ഉണ്ടായിരുന്നു. ഇത് ആരുമല്ല ഫാത്തിമ, ഇത് വെറും നൂറാണ്, അവൾ മന്ത്രിച്ചു. ആ ശബ്ദം ഒരു പെൺകുട്ടിയുടേതുമായിരുന്നില്ല. മറിച്ച് കിണറ്റിന്റെ അടിത്തട്ടിൽ നിന്ന് കേൾക്കുന്നത് പോലെയുള്ള ഒരു ഭീകരമായ മുഴക്കമായിരുന്നു. പെട്ടെന്ന് മുറിയിലെ വിളക്കണിഞ്ഞു. കടുത്ത ഇരുട്ടിൽ നൂറിന്റെ കണ്ണുകൾ മാത്രം നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി നിന്നു. നൂർ തന്റെ അടുത്തേക്ക് വരുന്നത് ഫാത്തിമ അറിഞ്ഞു. ആ നിമിഷം ഗ്രാമത്തിനു പുറത്തെ കാട്ടിൽ നിന്ന് ഒരു കുറുക്കന്റെ നീട്ടി വിളിയുണ്ടായി. അതോടെ നൂർ പെട്ടെന്ന് പിൻവാങ്ങി തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി. പിറ്റേന്ന് രാവിലെ റംസാൻ തിരിച്ചെത്തിയപ്പോൾ ഫാത്തിമ എല്ലാം പറഞ്ഞു. പക്ഷെ റംസാൻ വിശ്വസിച്ചില്ല. അവൾ ഒരു പാവൻ പെൺകുട്ടിയല്ലേ ഫാത്തിമ, നിനക്ക് തോന്നിയതാകും എന്ന് അയാൾ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഫാത്തിമയ്ക്ക് ഉറപ്പായിരുന്നു താൻ വീട്ടിൽ അഭയം നൽകിയിരുന്നത് ഒരു പെൺകുട്ടിയെയല്ല, മറിച്ച് ഗ്രാമത്തിന്റെ മുഴുവൻ അന്തകിയാകാൻ പോകുന്ന ഒരു രക്തദാഹിയായ പിശാചിനെയാണ്. പുഴയിൽ നിന്ന് റംസാൻ കോരിയെടുത്തത് ഒരു ജീവനെയല്ല, മറിച്ച് മടങ്ങി വന്ന ഒരു ശാപത്തിയായിരുന്നു. ആ രാത്രിയോടെ ഗ്രാമത്തിലെ മൃഗങ്ങൾ തീർന്നു. ഇനി അവളുടെ ലക്ഷ്യം മനുഷ്യരാണെന്ന് ഫാത്തിമ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. മൃഗങ്ങളുടെ ചോര കുടിച്ച് മതിയാകാത്ത ആ തമസിന്റെ ശക്തി ഗ്രാമത്തിലെ മനുഷ്യരിലേക്ക് പടരാൻ അധികം താമസമെടുത്തില്ല. ഒരു തിങ്കളാഴ്ച പുലർച്ചെ ഗ്രാമത്തിലെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ എത്തിയ മുഅദ്ദിന്റെ മൃതദേഹം പള്ളിയുടെ പടികളിൽ കാണപ്പെട്ടു. കഴുത്തിൽ അതേ 2 ആഴത്തിലുള്ള മുറിവുകൾ. ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ബാക്കിയില്ലായിരുന്നു. ആ മരണം ഗ്രാമത്തെ നടുക്കി. പകൽ വെളിച്ചത്തിൽ പോലും ആളുകൾ പുറത്തിറങ്ങാൻ ഭയന്നു. ഓരോ വീട്ടിലും മരണത്തിന്റെ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. റംസാന്റെ വീടിന് ചുറ്റും ഒരു അദൃശ്യമായ മതിൽ കെട്ടിയതുപോലെ ഗ്രാമവാസികൾക്ക് തോന്നി. ഫാത്തിമ കണ്ട കാര്യങ്ങൾ ഗ്രാമത്തിൽ പാട്ടായി. റംസാൻ പുഴയിൽ നിന്ന് മീനിനെയല്ല, ഒരു ദുരന്തത്തെയാണ് കൊണ്ടുവന്നത് എന്ന് ആളുകൾ മുറുമുറുത്തു. ഒടുവിൽ രോഷം അണപൊട്ടി.
കയ്യിൽ തീപന്തങ്ങളും വടികളുമായി ഒരു വലിയ ജനക്കൂട്ടം റംസാന്റെ കുടിൽ വളഞ്ഞു. പുറത്തിറങ്ങി റംസാൻ, ആ പിശാചിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. അവരുടെ അലർച്ച കാറ്റിൽ മുഴങ്ങി. ഭയന്നു വിറച്ച റംസാൻ വാതിൽ തുറന്നു. അവന്റെ പിന്നിൽ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്നത് പോലെ നൂർ നിന്നു. അവളുടെ മുഖത്ത് ഭയമില്ലായിരുന്നു, പകരം ഒരു തരം പുച്ഛമായിരുന്നു. ഗ്രാമത്തിലെ ഏറ്റവും മുതിർന്ന ആത്മീയ ഗുരുവായിരുന്ന ഹാജി കരീം ബക്ഷ് മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥവും ജപമാലയും ഉണ്ടായിരുന്നു. ജനക്കൂട്ടത്തെ അദ്ദേഹം ശാന്തനാക്കി. അക്രമം ഒന്നിനും പരിഹാരമല്ല. ഇവൾ ആരാണെന്ന് നമുക്കറിയണം. മനുഷ്യനാണ് അതോ മനുഷ്യരൂപം പൂണ്ട പിശാചാണോ എന്ന് ഇന്ന് വെളിച്ചത്താകും, അദ്ദേഹം പ്രഖ്യാപിച്ചു. ഗ്രാമത്തിലെ പഴയ ആൽമരച്ചുവട്ടിലേക്ക് നൂറിനെ കൊണ്ടുവന്നു. ചുറ്റും തീപ്പന്തങ്ങൾ എരിയുന്നു. ഹാജി കരീം ബക്ഷ് പ്രാർത്ഥനകൾ ഉരുവിടാൻ തുടങ്ങി. അന്തരീക്ഷം പെട്ടെന്ന് തണുത്തുറഞ്ഞു. കാറ്റിൽ മരങ്ങൾ വന്യമായി ആടാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ശക്തി കൂടിയതോടെ നൂറിന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവൾ അസ്വസ്ഥയായി നിലവിളിച്ചു. ആദ്യം ഒരു പെൺകുട്ടിയുടെ നേരത്തെ കരച്ചിലായിരുന്നെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ ശബ്ദം മാറിമറിഞ്ഞു. പെട്ടെന്ന് നൂറിന്റെ വായ തുറന്ന് പുറത്തു വന്നത് ഒരു പെൺകുട്ടിയുടേതായില്ല, മറിച്ച് മണ്ണടിഞ്ഞു പോയി ഏതോ പുരുഷന്റേതുപോലുള്ള ഗാംഭീര്യവും കടുപ്പമേറിയതുമായ ശബ്ദമായിരുന്നു. ആ ശബ്ദം കേട്ട് കൂടെ നിന്നവർ പിന്നോട്ട് മാറി. ആൽമരത്തിലെ പക്ഷികൾ ചിറകടിച്ചു പറന്നുപോയി. നിർത്തു, അവൾ അലറി. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്നെ തടയാനാവില്ല, കാരണം ഞാൻ നിങ്ങളിൽ ഒരാളായിരുന്നു. ഹാജി കരീം ബക്ഷ് ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് ഈ പാവം ഗ്രാമവാസികളെ വേട്ടയാടുന്നത്? നൂർ പൊട്ടിച്ചിരിച്ചു. ചങ്ങലകൾ ഉരസുന്നത് പോലെയുള്ള ഭീകരമായ ചിരി. അവൾ ചുറ്റും കൂടി നിന്നവരിൽ ചിലരെ വിരൽ ചൂണ്ടി കാണിച്ചു. അവരുടെ മുഖങ്ങൾ വിളറി വെളുത്തു. 28 വർഷം മുമ്പ് അവളുടെ ശബ്ദത്തിൽ പകയുടെ കനൽ ജ്വലിച്ചു. ഈ ഗ്രാമത്തിൽ നൂർ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അനാഥയായ അവൾക്ക് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. ആ മണ്ണ് തട്ടിയെടുക്കാൻ വേണ്ടി രാത്രിയുടെ മറവിൽ ഈ ഗ്രാമത്തിലെ ചില പ്രമാണിമാർ അവളെ വേട്ടയാടി. അവളുടെ അഭിമാനം തകർത്തു, ശരീരം തകർത്തു. ഒടുവിൽ അവൾക്ക് ജീവനുണ്ടെന്നറിഞ്ഞിട്ടും ആ പുഴയുടെ ആയങ്ങളിലേക്ക് നിങ്ങൾ അവളെ എറിഞ്ഞു എന്ന് അന്ന് ആ നീതികേടിന് സാക്ഷിയായവരും മിണ്ടാതെ നോക്കി നിന്നവരും ഇതാ ഇവിടെയുണ്ട്. ജനക്കൂട്ടത്തിൽ ചില വൃദ്ധന്മാർ വിറക്കാൻ തുടങ്ങി. മറവിയിലേക്ക് തള്ളിയ ആ ക്രൂരത ഇന്ന് അവരുടെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നു. മരിച്ചെന്ന് കരുതിയവർക്ക് മുന്നിലേക്ക് ഞാൻ തിരിച്ചു വന്നത് വെറുതെയല്ല, നൂർ തുടർന്നു. ആ പുഴ എനിക്ക് പുതിയൊരു രൂപം നൽകി. 28 വർഷം ഞാൻ ആ ചളിയിൽ കിടന്ന് നിങ്ങളുടെ നാശത്തിനായി കാത്തിരുന്നു. അന്ന് എന്നെ എറിഞ്ഞവരുടെ കൈകൾക്കും നാവുകൾക്കും പകരം എനിക്ക് നിങ്ങളുടെ ചോര വേണം. പ്രതികാരം പൂർത്തിയാകാതെ ഞാൻ മടങ്ങില്ല. എന്റെ ശാപം ഈ ഗ്രാമത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നൂറിന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. അവൾ ആകാശത്തേക്ക് നോക്കി അലറി വിളിച്ചു. ആ നിമിഷം ഗ്രാമത്തിലെ പല വീടുകളിൽ നിന്നും ഒരേ സമയം കരച്ചിലുകൾ ഉയർന്നു. ആരൊക്കെയോ അദൃശ്യമായി കൈകളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. റംസാൻ തകർന്നു പോയി. താൻ രക്ഷിച്ചത് ഒരു ഇരയെയാണെന്ന് അവൻ കരുതി. പക്ഷേ അവൾ വേട്ടക്കാരനെ തേടി വന്ന കാലനാണെന്ന് അവൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. എന്നെ രക്ഷിച്ചവന് ഞാൻ ജീവൻ നൽകും, അവൾ റംസാനെ നോക്കി മൃദുവായി പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഞാൻ മരണം നൽകും. കൂടെ നിന്നവർ ഭയന്നോടാൻ തുടങ്ങി. പക്ഷേ നൂർ അവിടെ തന്നെ നിന്നു. അവളുടെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിച്ചിരുന്നില്ല. അന്തരീക്ഷത്തിൽ മരണത്തിന്റെ ഗന്ധം പടർന്നു. ഗ്രാമം അന്ന് തിരിച്ചറിഞ്ഞു, ഇതൊരു പ്രേതബാധയല്ല, മറിച്ച് ഭൂതകാലത്തിൽ അവർ ചെയ്ത പാപങ്ങളുടെ ജീവനുള്ള കണക്ക് പുസ്തകമാണ്. ആ രാത്രിയിലെ ഗ്രാമത്തിലെ വിളക്കുകളെല്ലാം ഒന്നൊന്നായി അണഞ്ഞു. നൂർ തന്റെ പ്രതികാരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയും നൂറിന്റെ വെളിപ്പെടുത്തലുകൾ ഗ്രാമത്തിന്റെ ആകാശത്ത് ഇടിമിന്നൽ പോലെ പതിച്ചു. 28 വർഷങ്ങൾക്ക് മുൻപ് പുഴയുടെ ആയങ്ങളിൽ കുഴിച്ചു മൂടിയ ആ പാപം ഇന്ന് ജീവനോടെ മുന്നിൽ നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ പലരുടെയും നാവുകൾ വരണ്ടുപോയി. കുറ്റബോധം ഭയവും ഗ്രാമവാസികളെ ശ്വാസം മുട്ടി. എന്നാൽ നൂറ് നിശബ്ദയായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെട്ട അഗ്നി ഗ്രാമത്തിന്റെ തെരുവുകളിലേക്ക് പടർന്നു. പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. അന്ന് നൂറിനെ ഉപദ്രവിക്കാൻ നേതൃത്വം നൽകിയ പ്രമാണിമാരുടെ വീടുകളിൽ നിന്ന് ഒരേ സമയം തീജ്വാലകൾ ഉയർന്നു. അത് സാധാരണ ഒരു തീയായിരുന്നില്ല. നീലയും ചുവപ്പും കലർന്ന ആ ജ്വാലകൾക്ക് മരണത്തിന്റെ തണുപ്പായിരുന്നു. ആളുകൾ ബക്കറ്റുകളിൽ വെള്ളവുമായി ഓടിയെത്തിയെങ്കിലും ഒഴുക്കുന്ന വെള്ളമെല്ലാം ആ തീയിൽപ്പെട്ട് എണ്ണ ഒഴിച്ചതുപോലെ ആടി പടർന്നു. വീടുകൾക്കുള്ളിൽ നിന്ന് നിലവിളികൾ ഉയർന്നു. ആർക്കും ആ തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല. പാപത്തിന്റെ കറ പുരണ്ട ആ ചുവരുകൾ ഒന്നൊന്നായി തകർന്നു വീണു. നൂർ ഇപ്പോൾ പഴയ സുന്ദരിയായ പെൺകുട്ടിയായിരുന്നില്ല. അവളുടെ വേഷം കാറ്റിൽ പറന്നു. അവൾ ഒരു വന്യമൃഗത്തെ പോലെ ഗ്രാമത്തിന്റെ ഇടവഴികളിലൂടെ അലറി വിളിച്ചു നടന്നു.
ആ ശബ്ദം കേൾക്കുമ്പോൾ ഗ്രാമത്തിലെ മരങ്ങൾ പോലും ഭയന്നു വിറച്ചു. ഓരോ അലർച്ചയിലും ഒരു പുതിയ വീടിന് തീ പിടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ റംസാന്റെ കുടിലിന് മുന്നിലെത്തിയപ്പോൾ അവൾ പെട്ടെന്ന് നിന്നു. ആ കുടിലിന് ചുറ്റും ഒരു അദൃശ്യമായ സംരക്ഷണ വലയം ഉള്ളതുപോലെ തോന്നി. കുടിലിന്റെ വാതിൽക്കൽ തകർന്നു പോയ മനസ്സുമായി നിൽക്കുന്ന റംസാനെ അവൾ നോക്കി. അവളുടെ കണ്ണുകളിൽ ആ നിമിഷം വന്യത മാറി ഒരു നേർത്ത ഈർപ്പം പടർന്നു. ഭയപ്പെടേണ്ട റംസാൻ. ആ ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിനിടയിലും ഒരു പെൺകുട്ടിയുടെ നേർത്ത സ്വരം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. നീ എനിക്ക് ജീവൻ തന്നു. ലോകം മുഴുവൻ എന്നെ വേട്ടയാടിപ്പോൾ നിന്റെ വലക്കണ്ണികൾ എനിക്ക് അഭയമായി. നിന്റെ വീടിനെ ഈ തീ തൊടില്ല. തന്നെ രക്ഷിച്ചവനോടുള്ള ആ നന്ദി ആ പിശാചു രൂപത്തിനുള്ളിലും എവിടെയോ ബാക്കിയുണ്ടായിരുന്നു. ഗ്രാമത്തിലാകെ നാശം വിതച്ചുകൊണ്ട് നൂർ മുന്നേറുകയായിരുന്നു. ഇതിനിടയിൽ ഗ്രാമത്തിലെ പള്ളിയിൽ നിന്ന് അസാധാരണമായി ഒരു ശബ്ദം ഉയർന്നു. ഹാജി കരീം ബക്ഷും ഗ്രാമത്തിലെ ഭക്തരായ കുറച്ചുപേരും പള്ളിയിലെ മൈക്രോഫോണിലൂടെ ഉറക്കെ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. ആ മന്ത്രോച്ചാരണങ്ങൾ വായുവിൽ അലയടിച്ചു. ഓരോ പ്രാർത്ഥനയും നൂറിന്റെ കാതുകളിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നത് പോലെ തോന്നി. അവൾ തലയിൽ കൈവച്ച് നിലവിളിച്ചു, നിർത്തൂ, ഈ പ്രാർത്ഥനകൾ എന്നെ തടയരുത്, എനിക്ക് ഇനിയും ചോര വേണം, അവൾ അലറി. എന്നാൽ പ്രാർത്ഥനയുടെ ശക്തി കൂടി വന്നു. ഗ്രാമത്തിലാകെ ആ ധ്വനി മുഴങ്ങി. അതോടെ നൂറിന്റെ ശരീരത്തിൽ ഭീകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവളുടെ സുന്ദരമായ മുഖം വലിഞ്ഞു മുറുകി. വെളുത്ത ചർമ്മം കറുത്തിയിരുണ്ടു. എല്ലുകൾ ഒന്നൊന്നായി ഒടിയുന്നതും നുറുനുറുങ്ങുന്നതുമായ ഭീകരമായ ശബ്ദം അന്തരീക്ഷത്തിൽ കേൾക്കാം. അവളുടെ നട്ടെല്ല് വളഞ്ഞു. കൈകൾ പതുക്കെ കാലുകളായി മാറി. നീണ്ട കറുത്ത മുടിയകൾ അവളുടെ ശരീരം മുഴുവൻ പടരുന്ന രോമങ്ങളായി മാറി. കണ്ടുനിന്നവർ ഭയത്താൽ കണ്ണുകൾ പൊത്തി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ സുന്ദരിയായ നൂർ അവിടെ ഇല്ലാതായി. പകരം കത്തുന്ന ചുവന്ന കണ്ണുകളുള്ള ഭീമാകാരമായ ഒരു കറുത്ത നായ ആൽമരച്ചുവട്ടിൽ നിൽക്കുന്നു. അവളുടെ പല്ലുകൾ പുറത്തേക്ക് തള്ളി നിന്നു. നൂർ തന്റെ മനുഷ്യത്വം പൂർണ്ണമായും വെടിഞ്ഞ് ഒരു മൃഗരൂപമായി മാറിയിരുന്നു. ആ രൂപത്തിൽ അവൾ ഹാജിൻ കരീം ബക്ഷനെ നോക്കി ഒരു ധൈര്യമായ മുരൾച്ച പുറപ്പെടുവിച്ചു. മന്ത്രോച്ചാരണങ്ങൾ നൂറിന്റെ ശക്തിയെ തളർത്തി കളഞ്ഞു. അവൾക്ക് ഇപ്പോൾ പഴയതുപോലെ തീ തുപ്പാനോ അലറാനോ കഴിയുന്നില്ല. ജനക്കൂട്ടം ഭയത്തോടെയും അത്ഭുതത്തോടെയും ആ കറുത്ത രൂപത്തെ നോക്കി നിന്നു. റംസാൻ അകലെ നിന്ന് നോക്കി കരയുകയായിരുന്നു. അവൻ വലയിൽ നിന്ന് കോരിയെടുത്ത ആ സുന്ദരി രൂപം ഇതാ ഒരു ഭീകര ജീവിയായി തന്റെ മുന്നിൽ തളർന്നു വീണിരിക്കുന്നു. പ്രതികാരത്തിന്റെ അഗ്നി പതുക്കെ അണഞ്ഞു തുടങ്ങി. പക്ഷേ ഗ്രാമത്തിലെ മിക്ക വീടുകളും ചാരമായി മാറിയിരുന്നു. നൂർ എന്ന രൂപത്തിന്റെ വിനാശകരമായ യാത്ര അവസാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ ആ കറുത്ത നായുടെ രൂപത്തിലേക്ക് മാറിയ നൂറിന് ഇനി എന്ത് സംഭവിക്കും? അവൾ ഗ്രാമത്തിൽ തന്നെ തുടരുമോ, അതോ പുഴയുടെ ആഴങ്ങളിലേക്ക് മടങ്ങുമോ? ഗ്രാമവാസികൾ ആ രൂപത്തെ എന്തു ചെയ്യും? വരാനിരിക്കുന്നത് ഇതിലും വലിയൊരു പരീക്ഷണമായിരുന്നു. പ്രാർത്ഥനകളുടെയും മന്ത്രോച്ചാരണങ്ങളുടെയും ശക്തിയിൽ തളർന്നുപോയ ആ ഭീകര രൂപത്തെ കീഴ്പ്പെടുത്താൻ ഒടുവിൽ ഗ്രാമവാസികൾക്ക് ധൈര്യം ലഭിച്ചു. നൂർ എന്ന സുന്ദരിയിൽ നിന്ന് രൂപാന്തരപ്പെട്ട ആ ഭീമാകാരമായ കറുത്ത നായ ഇപ്പോൾ ശ്വാസം കിട്ടാതെ നിലത്ത് കിടന്ന് പിടയുകയായിരുന്നു. അവളുടെ ചുവന്ന കണ്ണുകൾ ഇപ്പോഴും പ്രതികാരത്തിന്റെ കനലുകൾ എരിയുന്നുണ്ടെങ്കിലും ശരീരം തളർന്നിരുന്നു. ഭയവും രോഷവും കലർന്ന മനസ്സോടെ ഗ്രാമത്തിലെ പുരുഷന്മാർ കനത്ത ഇരുമ്പ് ചങ്ങലകൾ കൊണ്ടുവന്നു. അവർ ആ ജന്തുവിനെ വിരിഞ്ഞു മുറുക്കി. ചങ്ങലകൾ അവളുടെ മാംസത്തിൽ ആഴ്ന്നിറങ്ങുമ്പോഴും നൂർ ഒരു മൃഗീയമായ മുരൾച്ച പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. പുഴയോരത്ത് പണ്ട് അവൾ വലയിൽ കുടുങ്ങിക്കിടന്ന അതേ സ്ഥലത്തിനടുത്തുള്ള ഒരു പഴയ പേരാൽ മരത്തിൽ അവർ അവളെ ബന്ധിച്ചു. ഇനി ഇവൾ ആരെയും ഉപദ്രവിക്കരുത്. പുഴയിൽ നിന്ന് വന്നവൾ പുഴയെ നോക്കി തന്നെ ഇവിടെ ഇരിക്കട്ടെ, ഹാജി കരീം ബക്ഷ് പ്രഖ്യാപിച്ചു. ആ രാത്രി മുഴുവൻ ആ മരച്ചുവട്ടിൽ നിന്ന് ഭീകരമായ ഓരിയിടലുകളും ചങ്ങലകൾ കിലുങ്ങുന്ന ശബ്ദം ഗ്രാമത്തിലാകെ മുഴങ്ങിക്കേട്ടു. ആർക്കും അന്ന് ഉറങ്ങാൻ കഴിഞ്ഞു. നേരം വെളുത്തു. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ പുഴയുടെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിച്ചപ്പോൾ ഗ്രാമവാസികൾ പേടിയോടെ പുഴയോരത്തേക്ക് നടന്നു. റംസാനും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവരെ വീണ്ടും സ്തംഭിപ്പിച്ചു. ആൽമരത്തിൽ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അവിടെ തന്നെയുണ്ട്. അവ ഒരിടത്തും മുറിഞ്ഞിട്ടില്ല, കൂട്ടു തകർക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആ കറുത്ത രൂപം മാഞ്ഞു പോയിരിക്കുന്നു. ചങ്ങലകൾ ഒരു ശൂന്യമായ കൂടുകെട്ടി മരത്തിൽ തൂങ്ങിക്കിടക്കുന്നു. നൂറില്ലായിരുന്നു. അവൾ എങ്ങോട്ട് പോയി? ആർക്കും ഉത്തരമില്ലായിരുന്നു. എന്നാൽ ചങ്ങലകൾക്ക് താഴെ നനഞ്ഞ മണ്ണിൽ രണ്ട് അടയാളങ്ങൾ മാത്രം ബാക്കിയുണ്ടായിരുന്നു. കന്നുകാലികളുടെയും മനുഷ്യരുടെയും കഴുത്തിൽ കണ്ടിരുന്ന അതേ ആഴത്തിലുള്ള രണ്ട് സുഷിരങ്ങൾ. ആ മണ്ണിൽ നിന്ന് പുഴയിലേക്ക് നീളുന്ന ഒരു നനഞ്ഞ പാത അവൾ തിരികെ തന്റെ യഥാർത്ഥ വാസസ്ഥലമായ പുഴയുടെ ആഴങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്ന് തെളിയിച്ചു. അതിനുശേഷം ഗ്രാമത്തിൽ സമാധാനം തിരിച്ചു വന്നു.
പണ്ട് നൂറിനെ ഉപദ്രവിച്ച പ്രമാണിമാരുടെ വീടുകൾ ചാരമായി മാറിയിരുന്നു. അവർക്ക് തങ്ങളുടെ തെറ്റുകൾക്ക് വലിയ വില നൽകേണ്ടി വന്നു. റംസാന്റെ വീട്ടിൽ മാത്രം സന്തോഷം നിലനിന്നു. നൂർ നൽകിയ വാക്ക് പാലിക്കപ്പെട്ടിരുന്നു. റംസാനും കുടുംബത്തെയും ആ ശാപം തൊട്ടില്ല. എങ്കിലും റംസാന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവൻ പിന്നീട് ഒരിക്കലും ആ പുഴയിൽ വലയെറിഞ്ഞില്ല. പുഴയുടെ ഓരോ ഓളത്തിലും നൂറിന്റെ സുന്ദരമായ മുഖം, പിന്നീട് കണ്ട ഭീകരരൂപം അവൻ മാറി മാറി കണ്ടു. വർഷങ്ങൾ കടന്നുപോയി. ഗ്രാമത്തിൽ പുതിയ തലമുറകൾ വന്നു. പഴയ കഥകൾ പലരും മറന്നു. എങ്കിലും ഇന്നും ചില കാര്യങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു. വെളുത്ത വാവു രാത്രികളിൽ ചന്ദ്രൻ പുഴയുടെ നടുവിൽ പ്രതിഫലിക്കുമ്പോൾ കാറ്റിലൂടെ ഒരു നേരത്തെ തേങ്ങൽ ഒഴുകി വരാറുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. അതൊരു പെൺകുട്ടിയുടെ കരച്ചിലാണോ അതോ കാറ്റിന്റെ സംഗീതമാണോ എന്ന് ആർക്കും നിശ്ചയമില്ല. എന്നാൽ ചിലപ്പോൾ പുഴയുടെ നടുവിൽ ഒരു കറുത്ത രൂപം നീന്തി തുടിക്കുന്നത് കണ്ടവരുണ്ട്. ആ പുഴ ഇന്നും ശാന്തമായി ഒഴുകുന്നു. പക്ഷേ ആ ശാന്തതയ്ക്കിടയിൽ നൂറ്റാണ്ടുകളുടെ നീതികേടും പ്രതികാരം ഒളിഞ്ഞിരിപ്പുണ്ട്. ചെയ്ത പാപങ്ങൾ എത്ര മൂടിവെച്ചാലും കാലം അവയ്ക്ക് കൃത്യമായ ശിക്ഷ കാത്തുവെച്ചിട്ടുണ്ടതിന്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലായി ആ പുഴ ഇന്നും നിലനിൽക്കുന്നു. നീതി നിഷേധിക്കപ്പെട്ട ഒരു ആത്മാവിന്റെ വിലാപം പുഴയുടെ തിരമാലകളിൽ ഇന്നും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. റംസാൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ മക്കളോട് പറഞ്ഞു, പുഴയിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് മീനുകളെ മാത്രമാകണം. പുഴയുടെ രഹസ്യങ്ങളെ അവിടെ തന്നെ വിടുക. കാരണം ചിലപ്പോൾ ആ ആയങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് വെറും ജീവനല്ല, മറിച്ച് മാറ്റമില്ലാത്ത വിധിയായിരിക്കും.